പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയിട്ട് ഇന്ന് 16 വർഷമാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രവാചകൻ നിന്ന് ആരോപിച്ചായിരുന്നു. ഇന്ന് ഒരുപാട് എക്സ് മുസ്ലിമുകൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ പ്രവാചകനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 16 വർഷമായിരിക്കുന്നു ആ കൈവെട്ടലിന് എന്നുള്ളത് ഇന്നും കേരളത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിൽക്കുന്നുണ്ട്. ആരുടെ കൈയും തലയും എപ്പോൾ വേണമെങ്കിലും വെട്ടാമെന്നുള്ള ഒരു സാഹചര്യം ഇന്നും കേരളത്തിൻ്റെ ഈ മണ്ണിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചാണ് ഒടുവിൽ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അറ്റുപോകാത്ത ഓർമ്മകൾ ഏറ്റുവാങ്ങിയത് സാറാണ്. സാറിന് എങ്ങനെ ഈ പറയുന്ന കൈവെട്ടലിൻ്റെ ചരിത്രത്തോട് ആ പറയുന്ന 16 വർഷത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ സാറിനും കൃത്യമായിട്ട്, എന്താണ് സാറിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ജോസഫ് മാഷിൻ്റെ വീട്ടിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ വേദനയോടുകൂടി മാത്രം ഓർക്കാൻ സാധിക്കുന്ന സംഭവമാണത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സലോമി ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും അത്യന്തം വേദന തോന്നുന്നൊരു സാഹചര്യമാണത്. ഇപ്പം നമ്മളൊക്കെ ധാരാളം പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ പലരും ഇങ്ങനെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതിൻ്റെ ദുരൂഹത അത് നമ്മളിപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രതിയായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രതി. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി അതിന് ഉത്തരം പറയേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് ആ കാലത്ത് ക്രൈസ്തവ സഭകൾക്കെതിരായിട്ട് വലിയ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്താ, രൂപ താന്നിച്ചിട്ടുണ്ടെങ്കിൽ പണം താന്ന അർത്ഥം, അത് രൂപ താന്നിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം താന്ന. ഇതൊക്കെ കേട്ടിട്ട് ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചു പോയിട്ടുണ്ട്. ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചു പോയ കൂട്ടത്തിൽ ഒരാളാണ് ജോസഫ് മാഷ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം PT കുഞ്ഞുമുഹമ്മദിൻ്റെ പുസ്തകം എടുത്തിട്ടാണ് അദ്ദേഹം ന്യൂമാൻസ് കോളേജിൽ അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്. PT കുഞ്ഞുമുഹമ്മദ് ആരാ? അവിടെ ഗുരുവായൂരിൽ MLA ആണ്. അയാൾ മുസ്ലിമാണ്, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കിയിരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത് അതിനകത്തൊരു ഭ്രാന്തൻ്റെ കഥ പറയുന്നുണ്ട്. എനിക്ക് ആ ഭ്രാന്തൻ്റെ കഥയോട് വിയോജിപ്പോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നമുള്ളത്. ഈ തരത്തിൽ പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. അതൊന്ന്. രണ്ടാമത്, ശരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ കൈവെട്ടുന്നതിൻ്റെ പോലീസിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ പോലീസുകാർക്ക് പങ്കുണ്ട്. കേരളത്തിലെ പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ നടത്തിയ സമയത്ത് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകനെ, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ്, അവനെ പത്തനംതിട്ട പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഫസ്റ്റ് സ്റ്റെയറിൽ നിന്ന് അവനെ താഴേക്ക് സ്റ്റെപ്പിൽ നിന്ന് വലിച്ചിറക്കിയ ആളാണ്. അയാൾ ഇപ്പോൾ പിന്നെ പാലക്കാട് എവിടെയും കണ്ട് SP ഒക്കെ ആയിട്ട് പോയുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു അയാൾ IG കണ്ടായിരുന്നുണ്ട്. ഈ പറയുന്ന ചില ആളുകൾ പോലീസ് കാണിച്ചിരിക്കുന്ന അതിക്രൂരതകളുണ്ട്. അത് ഒരു വശത്ത്. മറുവശത്ത് ജോസഫ് മാഷിനോട് കാണിച്ചിരിക്കുന്നത് കേരളം കാണിച്ചിരിക്കുന്ന അനീതിയാണ്. മറ്റൊന്നല്ല, ഏറ്റവും വലിയ കേസിനകത്ത് പ്രതി ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പുസ്തകം ഏറ്റുവാങ്ങിക്കുന്ന ഇടങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നത്, കേസിൽ പ്രതി യഥാർത്ഥമായിട്ട് കോതമംഗലത്ത് ബിഷപ്പാണ് കേസിൽ പ്രതിയാണ്. അയാൾ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം പറയണം. കാരണം എന്താ ബിഷപ്പിന്റെ നിലപാടെന്താ? ന്യൂമാൻസ് കോളേജിൽ നിന്ന് ജോസഫ് മാഷിനെ പിരിച്ചുവിട്ടത് ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇയാൾക്കൊരു സാമാന്യ മര്യാദ വേണ്ടേ ഈ ബിഷപ്പിന്? ഇല്ലാന്ന് മാത്രമല്ല, ഈ പറയുന്ന സലോമിയുടെ കേസിനകത്ത് ഇയാൾ കേസിൽ പ്രതിയല്ലേ? ഈ പറയുന്ന സ്ത്രീയെ പീഡിപ്പിച്ച് ഇത്രയും കൂടുതൽ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ തെറ്റായിട്ട് പീഡനം എടുക്കണ്ട. മാനസികമായിട്ട് പീഡിപ്പിച്ചതിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ സഭയ്ക്ക് പങ്കുണ്ട്. അവരാണ് ഇക്കാര്യം ചെയ്തത്. എന്ന് മാത്രമല്ല, ഈ കേസിൽ പ്രതികളൊക്കെ എവിടെ ഉള്ളവരാ? ആ പ്രതികളൊക്കെ മൂവാറ്റുപുഴ ഭാഗത്തുള്ളവരാണ്. അവർ SDPIയുടെ ആളുകളാണ്. ഈ പറയുന്ന SDPIയുടെ ആളുകൾ, കേസിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ, പിന്നെ അവർ ഇലക്ഷൻ മത്സരിക്കുന്നു. അവർ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ പഞ്ചായത്ത് വാർഡ് മെമ്പറൊക്കെ ആവുന്നു. ഇതിന് പിന്തുണ കൊടുക്കുന്നവരാരൊക്കെയാണ്? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തിട്ടില്ലേ? അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം അടുത്ത കാലത്ത് നമുക്കറിയാലോ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും സഖ്യമുണ്ടാക്കിയ പ്രധാനപ്പെട്ട സഖ്യകക്ഷി എന്ന് പറയുന്നത് SDPI ആണ്. SDPI എന്ന് പറഞ്ഞാൽ ആരാണ്? അത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. ഈ പറയുന്ന വിഭാഗങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കി എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ഇന്ന് ഇതൊക്കെ ഒരു 16 വർഷം മുമ്പുള്ള പ്രശ്നങ്ങളാണ്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മാറിയിരിക്കുന്നു. ഇന്ന് കേരളത്തില് നമുക്കൊരു പക്ഷേ വേണ്ടി മുഹമ്മദ് നബിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുസ്ലിം ചിന്താധാരയെ സംബന്ധിച്ചൊക്കെ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയാനുള്ള അധികാരമുണ്ട്. ഇന്ന് പറയാൻ സാധിക്കും. അപ്പം അതിൻ്റെ നമുക്ക് നല്ല തെളിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഇത്തവണ ഈ കഴിഞ്ഞ നിയമസഭയിൽ സത്യപ്രതിജ്ഞ നടന്നു. ലീഗിൻ്റെ അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരൊക്കെ സാധാരണ അവരെങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുക? അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ പ്രാവശ്യം ലീഗിൻ്റെ മുഴുവൻ ആൾ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവരൊക്കെ തൊപ്പി ഊരിയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പഴയ കാലത്ത് തൊപ്പി ഊരിയിട്ടുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് 1960 കാലഘട്ടത്തിൽ പട്ടന്നാടുകളുടെ മന്ത്രിസഭയിൽ സ്പീക്കറായിരുന്നു CD സാഹിബ്, ലീഗിൻ്റെ അന്നത്തെ
അധ്യക്ഷൻ, അയാൾ മാത്രമേ ഇതിനു മുമ്പ് തൊപ്പിയൂരിയുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. മറിച്ച് ലീഗിന്റെ മുഴുവൻ ആളുകൾ ഇപ്രാവശ്യം തൊപ്പിയൂരിയിട്ട് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള തിരിച്ചടിയുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ കേരളത്തില്. അത് കേരളത്തിലെ സർക്കാരുകളുടെ അല്ല, അത് കോൺഗ്രസ്സുകാരന്റെ പിന്തുണ കൊണ്ടല്ല. കോൺഗ്രസ്സുകാരൻ തീവ്രവാദികളുടെ കൂടിയാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ തീവ്രവാദികളുടെ കൂടിയാണ്. പക്ഷേ കേരളത്തിന്റെ പൊതുമനസ്സ് ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിരാണ്. അപ്പൊ ആണ് നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ഈ എങ്ങനെയാണ് ഇവിടെയുള്ള ചില ആളുകൾ, ഇപ്പൊ എക്സ് മുസ്ലിം ആണ് ചില ആളുകൾ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ, ജാമിദ ടീച്ചറിനെ പോലുള്ള ആളുകൾ, ഈ പറയുന്ന ആളുകൾക്ക് അതിശക്തമായിട്ട് ഖുറാൻ എൻ്റെ കെടുതികളെ സംബന്ധിച്ച്, ഖുറാൻ വരുത്തി വെക്കുന്ന മതപരമായിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബിയെ കുറിച്ച് പോലും പറയാറുണ്ട്. ഇത് പറയുന്ന സമയത്തൊക്കെ ഇന്നിപ്പോൾ ഒരു തെറ്റില്ലാണ്ട് വരാൻ കാരണം ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ഇറാനും അമേരിക്കയുടെ യുദ്ധം നടന്നു. അമേരിക്ക ഇറാനിലേക്ക് ബോംബ് വർഷിച്ചു. ഇറാൻ എവിടേക്ക് ബോംബിട്ടത്? ഇറാൻ നേരെ UAE കൊണ്ടിട്ട് ബോംബിട്ട്, ഖത്തറിൽ ബോംബിട്ട്. എന്താ കാരണം? ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ സുന്നികളുടെ രാജ്യമാണ്. അപ്പൊ സുന്നികളെ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയ വംശജരുടെ കൂട്ടമായിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന വലിയ പരിശ്രമം നടപ്പിൽ വരുത്തുകയായിരുന്നു ഇറാൻ ചെയ്തത്. അവർക്ക് ഒരിക്കലും ക്രിസ്ത്യാനികളെ ആക്രമിക്കല് ടാർഗറ്റ് ആയിരുന്നില്ല, അമേരിക്ക തിരിച്ചടിക്കല് ടാർഗറ്റ് ആയിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഷിയകളെ സംബന്ധിച്ച് വേറെ ആരും ആയിരുന്നില്ല, അത് സുന്നികളാണ്. അതുകൊണ്ടാണ് സുന്നികളെ ആക്രമിച്ചത്. ഇപ്പൊ ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുഹമ്മദ് നബിയുടെ ചെയ്തികളെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ ഇവർക്ക് എതിർക്കാൻ സാധ്യമല്ല. ഖുറാന്റെ പൊള്ളത്തരത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് സെമിറ്റിക് സിദ്ധാന്തത്തെ സംബന്ധിച്ച് ജാമിദ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിനെക്കുറിച്ച് എതിർക്കാൻ സാധ്യമല്ല. കാരണം ഇവരുടെ രേഖകളില്ല. ഇവരെന്താ സംഭവിക്കുന്നത്? ഇന്ന് കേരളത്തിൽ മുസ്ലിം ആളുകൾ തന്നെ, ഞാൻ മുസ്ലിങ്ങൾ പാടെ കുറ്റക്കാരെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. മുസ്ലിങ്ങളിൽ ഒരു 80% വരുന്ന ആളുകൾ നിഷ്കളങ്കരാണ്, വിഷയങ്ങൾ പഠിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. ഇന്ന് മറിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അവർ നടക്കുന്ന ചെയ്തികൾ സാധാരണക്കാരനായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ജിഫ്രി തങ്ങൾ പോലെ ചില ആളുകളെ പറയാം, അവിടെ സ്റ്റേജിൽ പെൺകുട്ടികൾ കയറാൻ പാടില്ല. മുസ്ലിം സ്ത്രീകളുടെ അഭിപ്രായം ഇതാണോ? അല്ലല്ലോ. മുസ്ലിം സ്ത്രീകൾ സത്യത്തില് അവർക്ക് സ്റ്റേജിൽ കയറാന്നുള്ള അഭിപ്രായം അവർ പറയുന്നുണ്ട്. ഞാൻ തന്നെ നേരിട്ട് അനുഭവസ്ഥനായുണ്ട്. പർദ്ദയ്ക്കെതിരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ അഭിപ്രായം ഉണ്ട് അവർക്ക്. അവരതിനായിട്ട് ശക്തമായിട്ട് എതിരാണ്. പക്ഷെ നിവൃത്തിയില്ല. ഇന്ന് കേരളത്തിൽ അവർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസ്ലിം തീവ്രവാദികളെ പിന്താങ്ങേണ്ട സമീപനം ഒരു നയം അവർ സ്വീകരിച്ചേ മതിയാവൂ. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്താണ് പർദ്ദ അവർക്ക് നിർബന്ധമായിട്ട് വരുന്നു. അവർക്ക് സ്റ്റേജിൽ കയറണം തന്നെ സ്ത്രീകൾക്ക് അനുവാദം വഹിക്കേണ്ടി വരുന്നു. MLA ആയിരിക്കുന്ന സ്ത്രീ പോലും കണ്ണും മൂക്കും ചെവിയൊക്കെ അടച്ചു പൊട്ടിക്കൊണ്ട് അസംബ്ലിയിൽ ഞാൻ കണ്ടു. ഏതൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് പോലും സ്വന്തമായിട്ട് മുഖം കാണിക്കേണ്ടെന്ന് തോന്നുന്നു. ആ കുട്ടി ഈശ്വരാധീനം കൊണ്ട് അത് MLA ആണത്. ബാക്കി ഒരു രൂപം കാണിച്ചതിന്റെ തന്റെ ഏതെങ്കിലും ഭാഗം ശരീരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരൊക്കെ എന്താ പറയുക, കാമാർത്തി പൂണ്ടവരാണെന്നുള്ള ധാരണ ലീഗിനകത്തുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ പഴയ പല ഉസ്താദുമാർ ഇന്നിപ്പോ ജയിലിലാണല്ലോ താമസം. അവരുടെയൊക്കെ കാമാർത്തി തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നേരത്തെ നബി തിരുമേനി തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇവരൊക്കെ പർദ്ദ ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ഇവരെങ്ങാൻ പള്ളിയുടെ വക്കത്ത് പോയി കഴിഞ്ഞെങ്കിൽ പള്ളിയിൽ ഇവരെ പീഡിപ്പിച്ചാലോ എന്നുള്ള ആശങ്ക ഉണ്ടാവാം. പക്ഷെ സാധാരണ പൊതുസമൂഹത്തിന്റെ സ്വഭാവം, കേരളത്തിന്റെ അസംബ്ലിയിലെ സ്വഭാവം, അവർ സ്ത്രീകളെ കയറിയിട്ട് അങ്ങനെ കയറി കടന്നാക്രമിക്കാൻ സാധ്യതയില്ല. അങ്ങനെ കടന്നാക്രമിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഏത് ചെയ്യുമെന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ സാധാരണ രീതിയിൽ ചെയ്യാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പൊ അത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ വസ്ത്രധാരണത്തിലായാലും കൊള്ളാം, മറ്റു വേഷവിധാനങ്ങളിലായാലും കൊള്ളാം, ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും കൊള്ളാം, ഈ മതത്തിന്റെ കടുംപിടുത്തം വരുന്നു എന്നുള്ളത്, ഈ കടുംപിടുത്തം ഇന്ന് നിലനിൽക്കുന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഒന്നുണ്ട്, 2018 ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന കാലത്തിൽ നിന്ന് കേരളം ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് വെള്ളം ഇവിടെ ഒഴുകിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂടുതൽ വെള്ളത്തിന്റെ ഒഴുകിപ്പോക്ക് ഒരുപക്ഷെ മുസ്ലിം ജനസംഖ്യ പെരുത്തിട്ടുണ്ടാവാം. മുസ്ലിം ജനസംഖ്യ പെരുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരായിരിക്കുന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ മുസ്ലിം തീവ്രവാദത്തിനെതിരായിക്കൊണ്ട്, ഈ മതസംഹിതയുടെ തെറ്റായുള്ള നയപരിപാടികൾക്കെതിരായിക്കൊണ്ട്, പ്രവാചകന് പോലും എതിരായിക്കൊണ്ട് വേണ്ടി വന്നാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് അനുഭവിക്കേണ്ടി വരുന്ന അവസാനം പ്രവാചകനാണ്. അത് പ്രവാചകന്റെ മെക്കെട്ട് കയറുന്ന രീതിയിലേക്ക് ആളുകളെ ആ തരത്തിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കാലത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന രീതിയാണ്.
ഈ കൈവിട്ടുന്നൊന്നും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമല്ല. ഇത് ചെയ്യുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിൽ ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആ തയ്യാറല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മറുപക്ഷം കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന തീവ്രവാദികളെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിൻ്റെ ദിവസമായിരിക്കുന്ന ജൂലൈ 4 എന്നാണ് എൻ്റെ അനുമാനം.